എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്നൊരു പ്രശ്നം തന്നെയാണ് പ്രമേഹം, അല്ലേ? അതിൽ കേരളത്തിലെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100-ൽ 25 പേർക്കെങ്കിലും പ്രമേഹം ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രമേഹത്തിന് മൂല കാരണം മനസ്സിലാക്കണം, അത് തടയുവാനായിട്ട്. മെയിനായിട്ട് ആദ്യത്തെ ഒരു വിഷയം എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു പോകുന്ന അവസ്ഥ. 2, നമുക്ക് ഇൻസുലിൻ ഹോർമോൺ പ്രവർത്തനം കുറഞ്ഞു പോകുന്നത്. ഇതാണ് 2 മൂല കാരണങ്ങൾ. അപ്പോൾ ആദ്യത്തെ പ്രശ്നത്തെ നേരിടാനായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ നല്ല ക്രമീകരണം ചെയ്യുക. അതിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം പരമാവധി ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. അതിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ആയ അരി, മൈദ, കേക്ക്, പേസ്ട്രി, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, കുക്കീസ്, ശീതളപാനീയങ്ങൾ ഇതെല്ലാം പരമാവധി ഉപയോഗം ഒഴിവാക്കുക. പിന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉപയോഗിക്കാം. അതായത് നമ്മളുടെ റാഗി, റോൾഡ് ഓട്സ്, സ്റ്റീൽ കട്ട് ഓട്സ്, മില്ലറ്റ്സ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പൊട്ടറ്റോ ഇതുപോലത്തുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് പരമാവധി ഭക്ഷണത്തിൽ ഉണ്ടെന്നുള്ളത് പ്ലേറ്റിൽ ഉറപ്പുവരുത്തുക. 2, നമുക്ക് ഇൻസുലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനായിട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എക്സർസൈസ് അഥവാ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അതിൽ നമ്മൾ സാധാരണയുള്ള വാക്കിംഗ് ആണ് എല്ലാവരും ചെയ്യുന്ന ഒരു എക്സസൈസ് അല്ലെങ്കിൽ ജോഗിംഗ് എന്നുള്ളത്. അതിലുപരി നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് നമ്മുടെ മസിൽ മാസ് ബിൽഡ് ചെയ്യാനായിട്ട് അത് തീർച്ചയായിട്ടും സഹായിക്കും. അതുകൊണ്ട് ഒപ്പം തന്നെ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ്, വെയിറ്റ് എടുക്കുന്ന എക്സസൈസുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് അഥവാ ഇൻസുലിൻ്റെ പ്രവർത്തനം തീർച്ചയായിട്ടും മെച്ചപ്പെടുത്തുവാനും നമുക്ക് പ്രമേഹം വരുന്നതിനുള്ള സാധ്യത തടയുവാനും സാധിക്കും. അപ്പോൾ അങ്ങനെ നല്ലൊരു ജീവിതശൈലി കൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രമേഹത്തെ തടയാം. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.